ഏവർക്കും 10 കോടിയിലേക്കുള്ള എൻ്റെ സാമ്പത്തിക യാത്രയുടെ 3ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ 3ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. നമ്മൾ 2 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ദിവസത്തത്, അതായത് 22-ാം തീയതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 2ാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രസ്സിൽ തന്നെയാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ആദ്യ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് 0.745 യൂണിറ്റ് കിട്ടുമെന്നാണ്. എന്നാൽ നമുക്ക് 0.746 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ലഭിച്ചു എന്നാൽ, ഇൻവെസ്റ്റ് ചെയ്ത തുക ആ ദിവസത്തെ NAV ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ, അതായത് 250 ഡിവൈഡഡ് ബൈ 335.28 ചെയ്യുമ്പോൾ 0.7456 കിട്ടും. അതിനെ റൗണ്ട് ചെയ്താണ് 0.746 യൂണിറ്റ് ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാല്യൂ 249.99 ആയത് 0.005% സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചതുകൊണ്ടാണ്. നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നില്ലേ? അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങുമ്പോഴും വാങ്ങുന്ന തുകയുടെ 0.005% സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ഈടാക്കും. നമുക്ക് 2ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എത്ര യൂണിറ്റ് കിട്ടും എന്ന് നോക്കാം. 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 23-ാം തീയതി. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ NAV എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ്സ് എത്ര ലഭിക്കും എന്നറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 250 രൂപയും 23-ാം തീയതിത്തെ NAV 335.25 രൂപയുമാണ്. അപ്പോൾ 250-ൽ നിന്നും 335.25 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.746 യൂണിറ്റ്സ് ലഭിക്കും. നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ 250 എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് നൗവിൽ എൻ്റർ ചെയ്യുന്നു, QR കോഡ് സ്കാൻ ചെയ്യുന്നു, തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നു, ഇൻ പ്രോഗ്രസ്സിൽ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ നമ്മൾ 3ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. നാളെ നമുക്ക് 4ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റായി വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.